ഹലോ, ഞാൻ കുറച്ച് ദിവസമായില്ലേ അരുണാചലിൽ നിന്നുള്ളൊരു റെസിപ്പി ആയിട്ട് എത്തിയിട്ട്. നമുക്ക് അരുണാചലിൽ ഗാലോ എന്ന് പറഞ്ഞ ട്രൈബിൻ്റെ അമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഷിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഈ വേവിച്ചെടുക്കുന്നത് പോർക്കാണേ. പോർക്കൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പൊടിച്ച് വെച്ചിട്ടുള്ള അരിയാണ്. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, നമ്മുടെ പൊടിയരിയുടെ പാകം. അപ്പോൾ ആ പാകത്തിനുള്ള ഇവരുടെ ലോക്കൽ റൈസാണേ, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കെട്ടി പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇവിടുത്തെ ചോറ് കുറച്ച് സ്റ്റിക്കിയാണ്. പിന്നെ ഈ അമീൻ പോർക്ക് കൊണ്ടും ഉണ്ടാക്കാം, ചിക്കൻ കൊണ്ടും ഉണ്ടാക്കാവേ. പക്ഷെ ഇന്ന് നമ്മൾ പോർക്കിൻ്റെ അമീനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതാകുന്നു വെന്ത് കുറുകിയൊക്കെ വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ ഇതിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഡ്രൈ ബാമ്പു ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അമീൻ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അമീൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്നിയും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനുള്ള സാധനമാണ് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അമീനും ചട്നിയായിട്ട് എല്ലാവരും കൂടി കഴിച്ചു.